ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭാപ്രസംഗകൻ 3 പറയുന്നു, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം, കൊല്ലാൻ ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ലു പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ലു പെറുക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, സമ്പാദിക്കാൻ ഒരു കാലം, നഷ്ടപ്പെടുത്താൻ ഒരു കാലം, സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു കാലം, എറിഞ്ഞുകളയാൻ ഒരു കാലം, കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, ദേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനത്തിന് ഒരു കാലം. പ്രിയമുള്ളവരെ, ജനിച്ച നാൾ തൊട്ട് നമ്മളെല്ലാം ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും. നമ്മുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് ഓരോ ഘട്ടങ്ങളുണ്ട്. നല്ലത് വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കും, സഹനഘട്ടങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയും. ഈ ഒരു സാഹചര്യമാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ലതോ ചീത്തയോ എന്ത് നമുക്ക് വന്നാലും നമ്മളത് ആസ്വദിക്കണം, ദൈവത്തോടൊപ്പമായിരിക്കണം. നമ്മുടെ ജീവിതം ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയാൽ മാത്രമേ നമ്മൾ സന്തോഷിക്കൂ എന്നുള്ള വാശി ഉപേക്ഷിക്കണം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. ചില ഘട്ടങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണം നമ്മൾ തിരിച്ചറിയുന്നതിനായി കർത്താവ് നമ്മളെ പല പ്രതിസന്ധികളിൽ കൂടി കടത്തിക്കൊണ്ടു പോകും. പക്ഷേ നമ്മൾ ശാന്തരായിരിക്കണം. നമ്മുടെ വേദനകൾ ആരെയും അറിയിക്കാതെ ഈശോയുടെ കരം പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഈശോയുടെ ഇടപെടലിനായി നമ്മൾ കാത്തിരിക്കണം. പഠന കാലഘട്ടത്തിൽ ആനുവൽ എക്സാം എഴുതിയാണ് നമ്മൾ ഓരോരുത്തരും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ജയിക്കുന്നത്. അതുപോലെ ഈശോയും നമുക്ക് ഇടയ്ക്ക് പരീക്ഷകൾ വയ്ക്കും. അത് നമ്മൾ പാസ്സാവണം. അപ്പോഴാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത്. ചില കാലഘട്ടത്തിൽ കർത്താവ് നമ്മെ കാത്തിരിക്കാൻ ആവശ്യപ്പെടും. ഒത്തിരി പേർ പഠിച്ചിട്ടും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലങ്ങൾ ഉണ്ടാകും. ഒരു ജോലി തന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള സമയത്ത് കർത്താവ് നിങ്ങൾക്ക് ആ ജോലി തന്നിരിക്കും. അതുവരെ നിങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതല്ല കർത്താവ് നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് ഈശോയ്ക്ക് അറിയാം, അതാണ് തരിക. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.